ഒരു ഗ്രാമത്തിൽ അഭിമന്യു എന്നു പേരുള്ള ഒരാള് പന്നീർ ബിരിയാണി വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അഭിമന്യു മാർക്കറ്റിൽ പന്നീർ ബിരിയാണി വണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ വിളിച്ചു വരുത്തിക്കൊണ്ടിരുന്നു. വരൂ വരൂ, വന്ന് പന്നീർ ബിരിയാണി കഴിച്ചു നോക്കൂ. നിങ്ങൾ ചെലവ് ചെയ്യുന്ന കാശിന് തീർച്ചയായിട്ടും സന്തോഷം കിട്ടും. എന്റെ ബിരിയാണിയിൽ ഞാൻ ഇട്ടിരിക്കുന്ന പന്നീർ ഈ വെയിലുകാലത്ത് നിങ്ങൾക്ക് നല്ല തണുപ്പ് തരും. അപ്പോഴാണ് അവിടേക്ക് തലവൻ വന്ന് അഭിമന്യുവോട് പറഞ്ഞത്, എന്താണ് കാര്യം അഭിമന്യു? കുറെ നേരം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ കസ്റ്റമേഴ്സിന് വേണ്ടി ബഹളം വെക്കുന്നുണ്ടല്ലോ, പക്ഷെ ആരും നിന്റെ അടുത്ത് പന്നീർ ബിരിയാണി കഴിക്കാൻ വരുന്നില്ലല്ലോ. അങ്ങനെയൊന്നും ഒന്നുമില്ല മുതലാളി, കുറച്ചു നേരത്തിൽ നിങ്ങൾ തന്നെ നോക്കിക്കോ. കസ്റ്റമേഴ്സ് ഒക്കെ വന്നിട്ട് എന്റെ ബിരിയാണി കഴിച്ച് സന്തോഷപ്പെടും. തീർച്ചയായും. അഭിമന്യു, ഇത് വെയിൽക്കാലമാണ്. നീ ഈ പന്നീർ ബിരിയാണി വിൽക്കുന്നതിന് പകരം എന്തെങ്കിലും നീ പുതിയ സാധനം വിൽക്കാലോ. ഇല്ല മുതലാളി, എന്റെ അച്ഛനും ഇതേ ബിരിയാണി തന്നെയാണ് വിറ്റുകൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹം എന്നാണ് എനിക്ക് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കേണ്ടതെന്ന് പഠിപ്പിച്ചും തന്നത്. ഞാൻ തീർച്ചയായും ഇത് വിടില്ല. കുറച്ചു സമയത്തിനകം അഭിമന്യുയുടെ വണ്ടിക്കടയിലേക്ക് ജനങ്ങൾ കൂട്ടമായി വരാൻ തുടങ്ങി. പിന്നെ കുറച്ചു സമയത്തിനകം അഭിമന്യു കൊണ്ടുവന്ന ബിരിയാണി മൊത്തം തീർന്നുപോയി. തലവൻ ചിരിച്ചുകൊണ്ട് അഭിമന്യുവിനോട് എന്തു പറഞ്ഞെന്നാൽ, വളരെ നന്നായിട്ടുണ്ട് അഭിമന്യു, നിന്റെ പന്നീർ ബിരിയാണിന്റെ രുചി. ഈ വെയിൽ കാലത്തിലും ജനങ്ങളൊക്കെ നിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അഭിമന്യു ചിരിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. പിന്നെ തലവൻ മനസ്സിൽ ഭാരത്തോടൊപ്പം തന്റെ വയലിലേക്ക് നടന്നുപോയി. വയലിൽ തന്റെ ഏട്ടന്റെ മകൻ ചന്തു തലവന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. കൊച്ചച്ച, നിങ്ങൾ അഭിമന്യുവിന്റെ അടുത്ത് സംസാരിച്ചിരുന്നോ? ഞാൻ എന്റെ സാർബായിട്ട് അവൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. നീ പന്നീർ ബിരിയാണിന് പകരം വേറെ എന്തെങ്കിലും വിറ്റാലോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അവൻ പറ്റില്ല എന്ന് പറഞ്ഞു. കൊച്ചച്ച, അഭിമന്യുവിന്റെ പന്നീർ ബിരിയാണി വളരെ ഫേമസ് ആയിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ അവന്റെ മുമ്പ് നിന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് തീർച്ചയായിട്ടും വ്യാപാരമാവില്ല. പിന്നെ എനിക്ക് എല്ലാം നഷ്ടം തന്നെ ഉണ്ടാവുള്ളൂ. നീ ഒന്നും വിഷമിക്കേണ്ട ചന്തു, ഞാൻ നാളെ എന്തെങ്കിലും ഒരു ആലോചിച്ച് നിനക്ക് ഒരു ആലോചന പറഞ്ഞേക്കാം. ഇവിടെ അഭിമന്യുയുടെ ഭാര്യ അഭിമന്യുവിനോട് എന്തു പറഞ്ഞെന്നാൽ, ഇന്നലെ നിങ്ങൾ പോയതിനു ശേഷം തലവൻ വീട്ടിലേക്ക് വന്നിരുന്നു. അദ്ദേഹം എന്തു പറഞ്ഞെന്നാൽ, നല്ല വെയിൽക്കാലമായിരിക്കുന്നു, നിന്റെ ഭർത്താവിനോട് പറഞ്ഞ് എന്തുകൊണ്ട് വേറെ വ്യാപാരം ചെയ്തുകൂടാ എന്ന്. ഈ മുതലാളി ഉണ്ടല്ലോ, എപ്പോ നോക്കിയാലും എന്റെ പുറകിൽ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന. ചേട്ടാ, ഞാൻ ഉണ്ടാക്കുന്ന ഈ പന്നീർ ബിരിയാണി മൊത്ത ഗ്രാമത്തിൽ ഫേമസ് ആയിട്ടുള്ളപ്പോൾ ഞാൻ എന്തിനാ വേറെ എന്തെങ്കിലും വ്യാപാരം ചെയ്യേണ്ടത്? ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ പന്നീർ ബിരിയാണി നല്ല വെയിൽ കാലത്ത് പോലും ജനങ്ങൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കഴിക്കുന്നു. അടുത്ത ദിവസം തലവൻ തന്റെ ചേട്ടന്റെ മകൻ ചന്തുവിനോട് പറഞ്ഞു, ഞാനൊരു വഴി ആലോചിച്ചിട്ടുണ്ട് ചന്തു. നീ ഇന്ന് തന്നെ അഭിമന്യുവിന്റെ കടയിൽ മുമ്പ് പോയിട്ട് ഒരു പന്നീർ ബിരിയാണി ഉണ്ടാക്കി നോക്ക്. കൊച്ചച്ച, ഞാൻ ഉണ്ടാക്കുന്ന ഈ പന്നീർ ബിരിയാണി വന്നിട്ട് ജനങ്ങൾ വാങ്ങിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മുഴുവനും കാര്യം കേൾക്കു ചന്തു. നിന്റെ കടേന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നല്ല ഭംഗിയുള്ള ചെയറൊക്കെ എടുത്ത് വെച്ചേക്കേ. എന്നാലേ ജനങ്ങൾക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ലാതെ നിന്റെ പന്നീർ ബിരിയാണി പ്ലേറ്റിന് കൂടെ തന്നെ ഒരു കൂൾ ഡ്രിങ്കും ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തേക്കേ. കൊച്ചച്ച, ഇങ്ങനെ അങ്ങനെ ചെയ്താൽ എനിക്ക് ലാഭം കുറവായിട്ട് നഷ്ടമാണല്ലോ കൂടുക. ഇങ്ങനത്തെ ഒരു മണ്ടനായിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്ന പോലെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ കൂടുതൽ നിന്റെ ഭാഗത്തേ വരുള്ളൂ. പറയുന്നത് മനസ്സിലാക്ക്. ഒരു പ്രാവശ്യം കസ്റ്റമറൊക്കെ പിരിഞ്ഞിട്ട് നിന്റെ ഭാഗത്തേക്ക് വന്നാലേ പിന്നെ നിന്റെ ഇഷ്ടം പോലെ തന്നെ ഒരു പ്ലേറ്റ് ബിരിയാണിന് എത്ര വില വേണം നീ വെക്കാം. നിനക്ക് ഒന്നും അറിയില്ല ചന്തു. ഈ നാട്ടിലുള്ള ജനങ്ങളൊക്കെ നമ്മൾ ഫ്രീ എന്ന് പറഞ്ഞാൽ അവർ അതിനാണ് തേടി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആ അഭിമന്യുവിനെ പറ്റിയല്ലേ, അവന്റെ കട എന്താ ചെയ്യേണ്ടുള്ള കാര്യം എനിക്കത് വളരെ നന്നായിട്ട് അറിയാം. അടുത്ത ദിവസം ചന്തു തലവൻ പറഞ്ഞതുപോലെ തന്നെ കൊട വെച്ച് നല്ല ചെയറുകളൊക്കെ ഇട്ടുവച്ചിരുന്നു. ഇതൊക്കെ ചെയ്തിട്ട് അദ്ദേഹം കസ്റ്റമേഴ്സിനെ ശബ്ദമിട്ട് വിളിക്കാൻ തുടങ്ങി. വരൂ വരൂ, നിങ്ങൾ എല്ലാവരും ആ അഭിമന്യുവിന്റെ മോശമായ ബിരിയാണിയാണ് കഴിച്ചിരിക്കുന്നത്. ഒരു പ്രാവശ്യം നിങ്ങൾ ഞാൻ കൈകൊണ്ടുണ്ടാക്കിയ രുചിയുള്ള പന്നീർ ബിരിയാണി കഴിച്ചു നോക്കൂ. പിന്നെ അതിന്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് കൂൾ ഡ്രിങ്ക്സും തരും. ഒരു കസ്റ്റമർ ചന്തുവിനോട് പറഞ്ഞു, എന്റെ ചേട്ടാ, നിങ്ങൾ ഒരു പ്ലേറ്റ് പന്നീർ ബിരിയാണി തരുമ്പോൾ തന്നെ ഒരു കൂൾ ഡ്രിങ്ക്സ് ഫ്രീ ആയിട്ട് തരുന്നുണ്ടോ? അതെ ചേട്ടാ, ഞാനൊന്ന് വെറുതെ ഒന്നല്ല പറയുന്നത്. അതുമാത്രമല്ലാതെ നിങ്ങൾ വെയിൽകാലം ആയാലും നിങ്ങൾ അഭിമന്യുവിന്റെ കടയിൽ പോയിട്ട് പന്നീർ ബിരിയാണിയാണ് കഴിക്കുന്നത്. പക്ഷെ നിങ്ങൾ വന്നിട്ട് ഈ തണലിന്റെ താഴെ ഇരുന്നിട്ട് നിങ്ങൾ പതുക്കെ തന്നെ ഈ ബിരിയാണിയും കഴിക്കാൻ പറ്റും. പിന്നെ ഈ വെയിൽകാലത്ത് നിങ്ങൾ നല്ല തണുപ്പുള്ള കൂൾ ഡ്രിങ്ക്സും കുടിക്കാൻ പറ്റും, അതും ഫ്രീ ആയിട്ട്. എന്റെ ചേട്ടാ, അപ്പൊ അത് എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. കുറച്ചു ദിവസത്തിനകം തന്നെ അഭിമന്യുവിന്റെ എല്ലാ കസ്റ്റമേഴ്സും ചന്തുവിന്റെ വണ്ടിക്കടയുടെ അടുത്ത്
പനീർ ബിരിയാണി കഴിച്ച് സന്തോഷിക്കാൻ തുടങ്ങി. പാവം അഭിമന്യുവിന്റെ വരുമാനം നിന്നുപോയി. തലവന്റെ ഏട്ടന്റെ മകൻ ഒരു കൂൾ ഡ്രിങ്ക്സ് ഫ്രീ ആയി തരുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒരു കൂൾ ഡ്രിങ്ക്സ് ഫ്രീ ആയി കൊടുക്കാമല്ലോ. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ബിന്ദിയ? ഞാൻ പണ്ട് തന്നെ വളരെ കുറവുള്ള വിലയിലാണ് പനീർ ബിരിയാണി വിറ്റുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ കൂൾ ഡ്രിങ്ക്സ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ വീട്ടു ചെലവിന് കുറച്ചു പോലും കാശേ ഉണ്ടാവില്ലല്ലോ. ഇപ്പോഴാണ് എനിക്ക് നല്ല മനസ്സിലായത് ഈ മുതലാളി എന്തിനാ വന്നിട്ട് എന്നോട് ഈ കച്ചവടം അല്ലാതെ വേറെ കച്ചവടം ചെയ്യാൻ പറഞ്ഞത്. ഇന്ന് ഞാൻ തീർച്ചയായിട്ടും ഈ മുതലാളിനടുത്ത് ഈ കാര്യം പോയി പറഞ്ഞേ പറ്റുള്ളൂ. വൈകുന്നേരമായപ്പോൾ അഭിമന്യു തലവന്റെ വീട്ടിലേക്ക് ചെന്നു. അഭിമന്യുവിനെ കണ്ടതും തലവൻ മുഖം ഒരു മാതിരി വെച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നാൽ, എന്താണ് കാര്യം അഭിമന്യു? എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ നോക്കൂ മുതലാളി, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്ത് വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ചേട്ടൻ്റെ മകൻ ചെയ്യുന്ന ഈ കാര്യം വളരെ നല്ലതല്ല മുതലാളി. എന്താ പറ്റി മോനെ? ഈ ഗ്രാമത്തിൽ പനീർ ബിരിയാണി നീ മാത്രമാണ് വെക്കണമെന്ന് നിയമമുണ്ടോ? ഇല്ല മുതലാളി, ഞാൻ അങ്ങനെയൊന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ ചേട്ടൻ്റെ മകൻ ചന്തു എൻ്റെ ബിരിയാണിനെ പറ്റി തെറ്റായിട്ടാണ് ജനങ്ങളോട് പറയുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് അദ്ദേഹം വന്നിട്ട് എൻ്റെ കടയിന് മുമ്പ് തന്നെ ബിരിയാണി വിറ്റുകൊണ്ടിരിക്കുന്നത്? അഭിമന്യോ, നീ നിന്റെ എന്താ നോക്കാണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ രീതിയിലാണ് അവരവരുടെ കച്ചവടം ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ കാര്യമൊക്കെ എൻ്റെ അടുത്ത് തന്നെ വന്നില്ലേ? എന്നാ നീ ശ്രദ്ധയോടെ കേട്ടോ. എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പല വർഷങ്ങൾ മുമ്പ് ഒരു കടം വാങ്ങിച്ചിട്ടിരുന്നു. അത് ഇതുവരെ എനിക്ക് തിരിച്ചു തന്നിട്ടേ ഇല്ല. ഇപ്പോൾ നിങ്ങൾ എന്താണ് പറയാൻ വരുന്നത് മുതലാളി? നീ അദ്ദേഹത്തിൻ്റെ മകനല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടം നീ അടയ്ക്കണമെന്നുള്ള കടമയാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി വളരെ മോശമായിട്ടുണ്ട് മുരളി. അതിനും കാരണം നിങ്ങളുടെ ചേട്ടൻ്റെ മകനാണ്. അതൊന്നും ഒരു പ്രശ്നമല്ല. നിന്റെ ആ തള്ളുവണ്ടി കട വെറുതെ കിടക്കല്ലേ? നാളെ തന്നെ നിന്റെ ആ തള്ളുവണ്ടി കട ഇങ്ങോട്ട് ഒന്ന് കൊണ്ടുവന്നേക്ക്. ഇല്ലെങ്കിൽ നാളെ ഞങ്ങൾ തന്നെ വന്നത് പിടിച്ചങ്ങ് എടുത്തിട്ട് പോവും. മനസ്സിലായോ? അഭിമന്യു വളരെ സങ്കടത്തോടെ അവിടെ നിന്നും പോയി. അടുത്ത ദിവസം തലവന്റെ ആളുകൾ അഭിമന്യുവിന്റെ വണ്ടിക്കടയും എടുത്തുകൊണ്ടുപോയി. അഭിമന്യു ജോലിയില്ലാത്ത ആളായി മാറി. കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അല്ല, നിങ്ങൾ എത്ര ദിവസം വെച്ചാ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുക? എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല ബിന്ദിയ. എന്റെ കച്ചവടവും പിന്നെ എന്റെ വണ്ടിയെല്ലാം എന്നെ വിട്ടിട്ട് പോയല്ലോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുക? തലവൻ നിങ്ങളോട് തീർച്ചയായും നുണ പറഞ്ഞിരിക്കണം. നിങ്ങളുടെ അച്ഛൻ അദ്ദേഹം മരിച്ചിട്ട് വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു. അദ്ദേഹം ഇക്കാര്യത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചതായി അറിയുന്നില്ലല്ലോ. അതായത് തലവനിൽ നിന്നും പണം കടം വാങ്ങിയത്. എനിക്ക് അറിയാം ബിന്ദിയ, പക്ഷെ അത് അറിഞ്ഞാൽ പോലും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എനിക്കിപ്പോൾ നമ്മുടെ ഗ്രാമത്തിൽ വിട്ടിട്ട് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഇവിടെ നിൽക്കണമെന്ന് താല്പര്യമില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് അഭിമന്യു തന്റെ കാലുകൊണ്ട് ഒരു പെട്ടിയിലേക്ക് ചവിട്ടി. അതിൽ നിന്നും കുറച്ച് സാധനങ്ങൾ പുറത്തു വന്ന് വീണു. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഇത് നിങ്ങളുടെ അച്ഛന്റെ പഴയ മരപ്പെട്ടിയാണ്. അഭിമന്യു തന്റെ ഭാര്യയോട് ഒരു കാര്യവും പറഞ്ഞില്ല. പിന്നെ ആ ബോക്സിൽ നിന്നും വീണ ഒരു പഴയ പേപ്പർ എടുത്ത് വായിക്കാൻ തുടങ്ങി. അല്ല, നിങ്ങൾ എന്താ വായിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണത്? ഇത് എന്റെ അച്ഛന്റെ കൈയെഴുത്താണ് ബിന്ദിയ. എന്റെ അച്ഛൻ മാത്രമാണ് ഈ ഗ്രാമത്തില് 5 വരെ പഠിച്ചിട്ടുള്ളത്. ഇതിൽ വന്നിട്ട് ഐസ് ബിരിയാണിനെ പറ്റി എന്തോ എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് അഭിമന്യുവിന് ഒരു കാര്യം ഓർമ്മ വന്നു. എനിക്ക് ഓർമ്മ വന്നു. അച്ഛൻ വന്നിട്ട് അമ്മേനടുത്ത് ഈ ഐസ് ബിരിയാണിനെ പറ്റി സംസാരിക്കാറുണ്ട്. ഒരു ദിവസം ഐസ് ബിരിയാണി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഇത് അത് തന്നെയായിരിക്കും. അങ്ങനെ അതാണ് കാര്യമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാ ഐസ് ബിരിയാണി ചെയ്ത് വിൽക്കാൻ പാടില്ലാത്തെ? ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ എന്റെ കൈവശം ഒരു വെള്ളി നെക്ലേസ് ഉണ്ട് ഏട്ടാ. അത് നിങ്ങൾ പണയം വെച്ച് നിങ്ങളുടെ വ്യാപാരം വീണ്ടും തുടങ്ങും നിങ്ങൾ. അഭിമന്യു അന്ന് തന്നെ ആ നെക്ലേസ് പണയം വെച്ച് കുറച്ച് കാശ് വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ അരി വാങ്ങി തന്റെ അച്ഛൻ എഴുതി വെച്ച റെസിപ്പി നോക്കി ആ അരിയിൽ വേവിച്ച് അതിലേക്ക് ഐസ് പീസുകൾ ചേർത്തു. ബിന്ദിയ, ഇപ്പൊ ഐസ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് തയ്യാറായിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ ചേർന്ന് ഞാനും വ്യാപാരം ചെയ്യാനായി ശ്രമിക്കാം. നമ്മൾ നമ്മുടെ പഴയ സ്ഥലത്ത് തന്നെ വെയിലത്ത് നിന്ന് ഇത് വ്യാപാരം ചെയ്യാം. അഭിമന്യു വിന്ധ്യയോടൊപ്പം തന്റെ പഴയ സ്ഥലത്തേക്ക് പോയി. പിന്നെ അവർ വിളിക്കാൻ തുടങ്ങി. വരൂ ചേട്ടാ വരൂ. നിങ്ങൾ എല്ലാവരും കുറെ തന്നെ പനീർ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഈ ഐസ് ബിരിയാണി കഴിച്ചാൽ പിന്നെ എപ്പോഴും നിങ്ങൾക്ക് നല്ല തണുപ്പായിട്ട് കൂളായിട്ട് ഉണ്ടാവും. അപ്പോഴാണ് അവിടെ ഒരു കസ്റ്റമർ വന്ന് പറഞ്ഞത്, ഓ എന്റെ ചേട്ടാ, പനീർ ബിരിയാണി, കോഴി ബിരിയാണി, പിന്നെ നോൺ വെജ് ബിരിയാണി കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഐസ് ബിരിയാണിനെ പറ്റി ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ, വെയിലാണെങ്കിൽ വല്ലാതെ അടിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ബിരിയാണിന്റെ രുചി നോക്കി നോക്ക്. പിന്നെ നിങ്ങൾ തണുപ്പ് നന്നായിട്ട് കിട്ടും. ആ തരൂ ചേട്ടാ, ഒരു പ്ലേറ്റ് അങ്ങ് തന്നേക്ക്.
അഭിമന്യു തന്റെ കസ്റ്റമറിന് ഒരു പ്ലേറ്റിൽ ആ ഐസ് ബിരിയാണി നൽകി. ബിരിയാണി കഴിച്ചതും തന്നെ ആ കസ്റ്റമർ എന്തു പറഞ്ഞെന്നാൽ, ഓ എന്റെ ചേട്ടാ, ഈ ഐസ് ബിരിയാണി കഴിച്ചാൽ എനിക്ക് എങ്ങനെയുണ്ടെന്ന് തോന്നുന്നു അറിയോ? എന്തോ പെട്ടെന്ന് ഡിസംബർ മന്തിൽ വന്ന പോലെ ഉണ്ട്. ആ കസ്റ്റമർ പറഞ്ഞത് കേട്ടിട്ട് എല്ലാ കസ്റ്റമേഴ്സും അഭിമന്യുവിന്റെ ഐസ് ബിരിയാണി കഴിക്കാനായി ഓടി വന്നു. കുറച്ചു ദിവസത്തിനകം അഭിമന്യുവിന്റെ ഐസ് ബിരിയാണി തന്റെ ഗ്രാമത്തിലും പിന്നെ തൊട്ടടുത്തുള്ള എല്ലാ ഗ്രാമത്തിലും പ്രബലമായി. അഭിമന്യുവിന്റെ ഐസ് ബിരിയാണി ആരൊക്കെയാണോ കഴിക്കുന്നത് അവർക്കൊക്കെ ഭയങ്കരമായ വെയിലത്ത് പോലും നല്ല തണുപ്പ് തോന്നി. ഒരു ദിവസം അഭിമന്യുവിന്റെ ഭാര്യ അഭിമന്യുവിനോട് പറഞ്ഞു, നിങ്ങളുടെ അച്ഛന്റെ ഐസ് ബിരിയാണി റെസിപ്പി മാത്രം നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിലേ നമ്മൾ തെരുവിലേക്ക് വന്നിരുന്നേനെ. നീ പറഞ്ഞത് വളരെ ശരിയാണ്. അച്ഛൻ എപ്പോഴും അച്ഛൻ തന്നെയല്ലേ. ഈ ലോകം വിട്ടു പോയാലും നമുക്ക് വളരെ സഹായം ചെയ്തിട്ടുണ്ട്. എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ വെയിൽ കാലത്ത് ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ വെയിൽ കാരണം ഒരുപാട് കഷ്ടപ്പെടുന്നു. അവരുടെ വീട്ടിൽ കൂളറും ഇല്ല, ഫാനും ഇല്ല. അവർക്കെല്ലാവർക്കും നിങ്ങൾ ഈ ഐസ് ബിരിയാണി ഫ്രീ ആയിട്ട് നൽകൂ. അഭിമന്യുവിന് തന്റെ ഭാര്യ പറഞ്ഞ കാര്യം ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അഭിമന്യു അന്ന് മുതൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഐസ് ബിരിയാണി നൽകാൻ തുടങ്ങി. ഗ്രാമത്തിൽ ആർക്കെങ്കിലും വെയിൽ സഹിക്കാനായില്ലെങ്കിൽ അവർ നേരെ അഭിമന്യുവിന്റെ കടയിലേക്ക് വരും. പിന്നെ അഭിമന്യു ആ ഗ്രാമത്തിൽ ഒരു കട വാങ്ങി. ഇപ്പോൾ അദ്ദേഹം തന്റെ ഗ്രാമത്തിൽ തന്നെ ആ കടയിൽ ഐസ് ബിരിയാണി ചെയ്ത് വിൽക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ചന്തു തലവനോട് പറഞ്ഞു, കൊച്ചച്ച, നമ്മൾ ആലോചിച്ചൊക്കെ ഇപ്പൊ എല്ലാം വെറുതെ വേസ്റ്റ് ആയി പോയിട്ടുണ്ട്. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ അഭിമന്യുന് ഈ ഐസ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെന്ന് പിന്നെ ഇത് എവിടുന്ന് കിട്ടിയെന്ന് ഒന്നും അറിയില്ല. അവന്റെ ഐസ് ബിരിയാണി കഴിച്ചതിന് ശേഷം ഇവിടെ ആർക്കും വെയിലേ ഒന്നും അറിയുന്നില്ലാണല്ലോ പറയുന്നത്. ഇപ്പൊ ദൂരത്ത് നിന്നൊക്കെ വന്നിട്ടേ അവന്റെ ബിരിയാണിയാണ് കഴിച്ചിട്ട് പോകുന്നത്. പിന്നെ അതും മുഖ്യമായിട്ട് അവരെന്തിനാ കഴിക്കുന്നത് വെച്ചാൽ അവരവരുടെ ശരീരം തണുപ്പാക്കണമെന്നാണ് നോക്കുന്നത്. അങ്ങനെ വെച്ചാൽ എന്തെങ്കിലും ചെയ്യിച്ചിട്ടപ്പാ നമ്മുടെ ശത്രു നമ്മളെക്കാട്ടും വലിയ ആളായാൽ പിന്നെ അവനെ നമ്മളൊന്നും പറയാൻ പറ്റില്ല. അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. എന്റെ കൂടെ വാ. തലവൻ ചന്തുവിനെ വിളിച്ചുകൊണ്ട് അഭിമന്യുവിന്റെ വീട്ടിലേക്ക് പോയി. തലവൻ പിന്നെ ചന്തുവിനെ കണ്ടിട്ട് അഭിമന്യു ഷോക്കായി എന്തു പറഞ്ഞെന്നാൽ, മുതലാളി, ഇന്ന് ഈ പാവപ്പെട്ടവന്റെ വീട് നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മന്ന്? അഭിമന്യു, നിന്റെ ഈ ഐസ് ബിരിയാണി ഗ്രാമം വിട്ട് ദൂരം വളരെ ഫേമസ് ആയിട്ടുണ്ട്. ഇപ്പൊ ജനങ്ങൾ പോലും നമ്മളുടെ ഗ്രാമത്തിനെ വിളിക്കുന്നത് ഐസ് ബിരിയാണി എന്ന പേരിൽ മാത്രമാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും നിന്റെ അടുത്ത് സമാധാനം സംസാരിക്കാൻ വന്നതാ. എനിക്കും നിങ്ങൾക്കും ഒരു പകയും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ സമാധാനം സംസാരിക്കാൻ വരുന്നത്? നീ എന്നെ പോലെ ഒരു മണ്ടനെ ഞാൻ കണ്ടിട്ടില്ല അഭിമന്യു. നിന്റെ കയ്യിൽ ഐസ് ബിരിയാണി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. നിനക്ക് വേണമെങ്കിൽ അത് വെച്ചിട്ട് ₹1,00,000 ഉണ്ടാക്കാൻ പറ്റുമല്ലോ. പക്ഷെ നീ പണം ഉണ്ടാക്കുന്നതിന് പകരം പാവപ്പെട്ട ജനങ്ങൾക്കൊക്കെ വളരെ ഫ്രീ ആയിട്ടാണല്ലോ നീ ബിരിയാണിയൊക്കെ കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയെന്ന് വെച്ചാണ് ഞാൻ ഇത്ര നേരം വിചാരിച്ചത്. അതിനാണ് ഇവിടെ വന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചത് തെറ്റാണ് മുതലാളി. പണം കൊണ്ട് എല്ലാം ഒന്നും വാങ്ങാൻ പറ്റില്ല. പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കുന്നത് കൊണ്ട് നമുക്കതിലൊരു സന്തോഷം കിട്ടുന്നുണ്ടല്ലോ. അത് എത്ര പണം കൊടുത്താലും വാങ്ങാൻ പറ്റില്ല മുതലാളി. നിങ്ങൾക്ക് ഞങ്ങളുടെ വീട് വിട്ട് പോയേക്കാം. തലവനും ചന്തുവും നാണിച്ച് അവിടെ നിന്നും പുറത്തേക്ക് പോയി. അഭിമന്യു ഇപ്പോഴും ഐസ് ബിരിയാണി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് നല്ല രീതിയിൽ വിൽക്കുന്നുമുണ്ട്.